എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ബേസിൽ പിസ്സ സോസാണ്. ഫ്രഷ് ആയിട്ടുള്ള ബേസിൽ ലീവ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബേസിൽ ലീവ്സ് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ആ പിസ്സയ്ക്കും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കൊടുക്കും. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബോള എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി സബോളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ സബോളയാണെങ്കിൽ ഹാഫ് ഉപയോഗിച്ചാലും മതി. ഗാർലിക്ക് 14 പോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. അതുപോലെ തന്നെ ഫ്രഷ് ബേസിൽ ലീവ്സ് തന്നെ ഉപയോഗിക്കണം എന്നില്ല, ഡ്രൈഡ് ആയിട്ടുള്ള ബേസിൽ ലീവ്സ് ഉപയോഗിക്കാം. ഇതേ റെസിപ്പിയിൽ നിങ്ങൾക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബേസിൽ ലീവ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഡ്രൈഡ് ബേസിൽ ലീവ്സ് ഫ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ 3 to 4 ടേബിൾ സ്പൂണെങ്കിലും ഉപയോഗിക്കാം. ഇനി ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവറോ ഒലിവ് ഓയിലോ ഉപയോഗിക്കാം. ഒലിവ് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഒണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ചോപ്പ് ചെയ്ത ഒണിയൻസ് ആണ്. ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ആ ഗാർലിക്കിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. അതുവരെ ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർക്കാം. പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓർഗാനോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. ഈ സ്പൈസസ് ഒക്കെ ഈ ഒരു ഓയിലിൽ കിടന്ന് ഇതുപോലെ നമ്മൾ സോട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ആ സോസിന് കൊടുക്കുക. ഈ സ്റ്റേജിലൊക്കെ ഫ്ലെയിം ലോയിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് റൈപ്പായിട്ടുള്ള ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, തക്കാളി. അപ്പോൾ ഫ്ലെയിം കുറച്ച് മീഡിയത്തിലേക്ക് വെച്ചാൽ നല്ലതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള ബേസിൽ ലീവ്സ് ഉപയോഗിക്കാം. ഇനി ഫ്രഷ് ആയിട്ട് ബേസിൽ ലീവ്സ് ഇല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഡ്രൈഡ് ബേസിൽ ലീവ്സ് ഉപയോഗിച്ചാൽ മതി ഈ ഹോൾ റെസിപ്പിക്ക്. അപ്പോൾ നല്ലോണം ഇത് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് ഉടഞ്ഞുടഞ്ഞ് വരും. അപ്പോൾ ഇവിടെ തക്കാളി നല്ലോണം ഉടഞ്ഞുടഞ്ഞ് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ. അത് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാം. കണ്ടില്ലേ ടൊമാറ്റോൻ്റെ കൺസിസ്റ്റൻസി? കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ ഉടച്ചൊരു 10-15 മിനിറ്റ് വേവിക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റണം തക്കാളിയിൽ. ഡ്രൈഡ് ബേസിൽ ലീവ്സ് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റെപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ബേസിൽ ലീവ്സ് എത്ര ആഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കണക്ക് വെച്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സോസ് ആഡ് ചെയ്യുന്ന സ്റ്റേജ് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വേവിക്കുക. അപ്പോൾ നല്ലോണം കുറുകി കിട്ടും. എന്നിട്ട് നമുക്കിത് ചൂടാറി കഴിയുമ്പോഴാണ് പേസ്റ്റ് ആക്കി എടുക്കുന്നത്. സ്മൂത്ത് പേസ്റ്റ് ഒന്നും ആക്കണ്ട, റഫായിട്ടുള്ള പേസ്റ്റ് ആക്കി എടുത്താൽ മതി. അപ്പോൾ അടിപൊളി പിസ്സ സോസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ബേസിൽ ലീവ്സ് കിട്ടുകയാണെങ്കിൽ ഫ്രഷ് ഉപയോഗിക്കാം. ഫ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ മാക്സിമം ഉപയോഗിക്കാം. ഡ്രൈഡ് ആയിട്ടുള്ളതാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ മാക്സിമം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ ഒരുപാട് നന്ദി. താങ്ക് യു ആൻഡ് ബൈ.